അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളുമായി ധൈര്യത്തോടെ യേശുവിന്റെ അടുക്കൽ വരിക. കടമുണ്ടെങ്കിൽ അങ്ങനെ തള്ളി ജീവിക്കാൻ വേണ്ടി നിൽക്കണ്ട, സഹിച്ച് ജീവിക്കാൻ വേണ്ടി നിൽക്കണ്ട, നീ ജയിച്ച് ജീവിക്ക. രോഗമുണ്ടെങ്കിൽ സഹിച്ച് ജീവിക്കാൻ നീ ശ്രമിക്കണ്ട, ജയിച്ച് ജീവിക്ക. നമുക്ക് പരിഹാരം ഉണ്ടല്ലോ, പിന്നെന്തിനാ പട്ടിണി കിടക്കണേ? പണ്ടൊക്കെ ഈ യാത്രകൾ മുഴുവൻ കപ്പൽ യാത്രകളായിരുന്നല്ലോ അധികം. ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു ദ്വീപിൽ നിന്ന് മറ്റൊരു ദ്വീപിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇദ്ദേഹം ടിക്കറ്റ് എടുത്ത് ഈ കപ്പലിൽ യാത്ര ചെയ്യുക. ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ ഈ പുള്ളിയെ കാണാനില്ല. 3-4 ദിവസം കഴിഞ്ഞപ്പം ഇവിടുത്തെ ഈ കപ്പൽ ഉദ്യോഗസ്ഥർക്ക് ഒരു സംശയം, ഈ പുള്ളി എവിടെയാ? അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തെ നോക്കിയപ്പോൾ ഇദ്ദേഹം ഈ കപ്പലിൻ്റെ ഒരു കോണിൽ ആരും അറിയാത്തിടത്ത് മൂക്കും പൊത്തിപ്പിടിച്ച് ഒരു പൊതി അഴിച്ച് കഴിക്കുക. ഇദ്ദേഹം ഈ 6 മാസ യാത്രയ്ക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പൊതി കെട്ടിക്കൊണ്ട് വന്നേക്കുക. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അഴുക്കായി. അപ്പോൾ പുള്ളിയുടെ ചിന്ത കപ്പലിലൊന്നും കിട്ടത്തില്ലെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ നാറ്റം പിടിച്ച ഭക്ഷണം പുള്ളി മൂക്ക് പൊത്തി കഴിക്കുക. എങ്ങനെയെങ്കിലും തള്ളി നീക്കണം ഈ 6 മാസം. എടോ മനുഷ്യ, നിനക്കറിയത്തില്ല, നീ കൊടുത്ത ആ പീസിനകത്ത്, ആ ടിക്കറ്റിനകത്ത് നീ അവിടം വരെ എത്താനുള്ള നല്ല ഭക്ഷണവും ഉണ്ട്. ഞാൻ ആത്മാവിൽ പറയുന്നു, അപ്പന്മാർ തൊട്ട് തുടങ്ങിയ ചില കെട്ടുകൾ ഇന്ന് പകൽ പൊട്ടട്ടെ. അപ്പന്മാർ തൊട്ട് അനുഭവിക്കുന്ന ചില ബാധ്യതകൾ ഇന്ന് അഴിയട്ടെ. അപ്പന്മാർ തൊട്ട് കൊടുക്കുന്ന ചില കടഭാരങ്ങൾ ഇന്ന് മാറട്ടെ. ജനറേഷനായി തുടരുന്ന ശാപങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൊട്ടട്ടെ.